അമ്മേ ശരണം ദേവി ശരണം. ഞാൻ ബീന ജയൻ. കൊടുങ്ങല്ലൂരിനടുത്ത് മണിക്കലപ്പടിയിലാണ് എൻ്റെ വീട്. ഇവിടെ നമ്മളിവിടെ കാളിമലർക്കാവിൽ അമ്പലത്തിലാണുള്ളത്. എനിക്കിവിടെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയ സമയത്ത് ഇവിടെ അമ്മയുടെ പ്രാർത്ഥന മൂലം അതിൽ നിന്ന് രക്ഷ നേടിയ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഒരു ബാംഗ്ലൂർ ഞാനൊരു ഫംഗ്ഷന് പോയിട്ട് വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ചിട്ട് രാത്രി മുഴുവനും ഛർദിയും മോഷനുമായിക്കൊണ്ട് ശരീരത്തിൽ ജലാംശം മുഴുവൻ നഷ്ടപ്പെട്ടിട്ട് ഇരിഞ്ഞാലക്കുട ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡ്രിപ്പ് ഇട്ട സമയത്ത് നമ്മൾക്ക് കിഡ്നിക്ക് അത് ബാധിക്കുകയും ക്രിയാറ്റിൻ 6 സംതിങ് ആയിട്ട് സീരിയസ് ആയിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് വീണ്ടും ക്രിയാറ്റിൻ കൂടിയിട്ട് 11 സംതിങ് ആയിട്ട് അവർ ഡയാലിസിസ് ഒക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയി 4 ദിവസത്തോളം ഓർമ്മയില്ലാതെ കിടന്ന് ശരീരമൊക്കെ വീർത്ത് നമ്മൾക്ക് അത് കിഡ്നീനെ ബാധിച്ചു. അതിനുശേഷം കരളിൽ വെള്ളം കയറി ഹാർട്ട് പമ്പ് ചെയ്യാതായി. അങ്ങനെ ഭയങ്കര നമ്മളിപ്പോൾ മരിച്ചു പോകുന്നുള്ള ഒരു അന്ത്യ നിമിഷത്തിലെത്തിയ സമയത്ത് നമ്മുടെ അമ്പലത്തിൽ ഇവിടെ കൂട്ടപ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തി. അവിടെ നിന്ന് അമ്മ പറഞ്ഞത് അമ്മയുടെ അരുളപ്പാടുണ്ടായത് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ ക്ഷേത്രപാലകൻ ശിവദാസൻ ചേട്ടൻ അമ്മയോട് കനിഞ്ഞ് അപേക്ഷിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഭക്തജനങ്ങളും ഇവിടെ കൂട്ടമായ പ്രാർത്ഥനയിലൂടെ നമ്മൾക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് നമ്മൾ അമല ഹോസ്പിറ്റലിലേക്ക് വന്ന് 4 ദിവസം വീണ്ടും ICUവിലായി. അതിനുശേഷം ICUവിൽ നിന്ന് പുറത്ത് വന്ന് ഇപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി ഞാനിപ്പോൾ ഈ ക്ഷേത്രമുറ്റത്ത് നിൽക്കുകയാണ്. നമ്മുടെ കാളിമലർക്കാവിൽ അമ്മ ശരണം. ഇവിടെ നമ്മൾക്ക് ഓരോ കുടുംബത്തിനും ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് നമുക്ക് ശാന്തിയും സമാധാനവുമാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് അമ്മയോടുള്ള തീക്ഷ്ണമായ സ്നേഹത്തോട് കൂടിയിട്ട് അമ്മയോടുള്ള പ്രാർത്ഥന മൂലമാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇവിടെ നടക്കുന്നത് ഒരു മന്ത്രവാദമോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങളാണ്. നമ്മൾ അമ്മയോട് തീവ്രമായി അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ് നമ്മൾ ചോദിക്കുന്ന ആ ഒരു വരം നമുക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് നമ്മുടെ ക്ഷേത്രപാലകനായ നമ്മുടെ ശിവദാസൻ ചേട്ടനോടും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര ട്രസ്റ്റിനോടും നമ്മുടെ അമ്മ മലർക്കാവ് യൂണിറ്റിലെ എൻ്റെ എല്ലാ സഹോദരങ്ങളോടും ഈ അമ്പലത്തിൽ വരുന്ന നമ്മുടെ കാക്കാതുരുത്തിലുള്ള കാളിമലർക്കാവ് ക്ഷേത്രത്തിലേക്ക് വരുന്ന ഓരോ ഭക്തജന കുടുംബത്തിനോടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുക, അമ്മയെ മനമുരുകി പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾക്ക് കിട്ടും. നമ്മൾക്ക് ഈ പ്രാർത്ഥിക്കുന്ന സമയത്തല്ല, ആ സമയത്തല്ലെങ്കിൽ പോലും നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന വരം അമ്മ ദേവി നമുക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് തരും എന്നാണ് എനിക്ക് ഇത് കാണുന്ന എൻ്റെ എല്ലാ ഭക്തജനങ്ങളോടും പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഞാൻ എൻ്റെ ആങ്ങളുടെ ഭാര്യയാണ്. അവൾക്ക് വേണ്ടി ഞാൻ 2 നേരവും അമ്മേനെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. അമ്മോട് ഞാൻ കേണപേക്ഷിച്ച് അമ്മ വേണമെങ്കിൽ എൻ്റെ ജീവൻ എടുത്തു, എൻ്റെ നാത്തോൻ്റെ ജീവൻ കൊടുക്കണേ. 2 പെൺകുട്ടികളുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മോട് കേണപേക്ഷിച്ച് 2 നേരവും ഞാൻ പ്രാർത്ഥിക്കും. അല്ലാതെയും ഞാൻ ദിവസവും 2 നേരവും വെളുപ്പിനെ എണീറ്റ് കുളിച്ച് അമ്മയ്ക്ക് തിരി കത്തിച്ചതിന് ശേഷം ഞാൻ എൻ്റെ അടുത്ത് തീ കത്തിക്കാറുള്ളൂ. എന്നും ഞാൻ അങ്ങനെ 2011 മുതൽ ഞാൻ ഈ അമ്പലത്തിൽ വരുന്നതാണ്. എനിക്ക് അമ്മയുടെ അനുഗ്രഹം നന്നായിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. എൻ്റെ നാത്തൂന് എനിക്ക് എൻ്റെ അമ്മ തന്നു. എനിക്ക് നന്ദിയുണ്ട്. നമസ്കാരം. കടലോളം സ്നേഹത്തിൻ ദീപമമ്മ, ഒരു മാത്ര ഞാനൊന്നു കരഞ്ഞിടുമ്പോൾ അരുകിൽ വന്നെന്നമ്മ തഴുകിടുന്നു. ഒരു മാത്രയൊന്നു ഞാൻ കരഞ്ഞിടുമ്പോൾ അരികിൽ വന്നെന്നമ്മ തഴുകിടുന്നു. ഒരു വേളയെങ്കിലും കണ്ടില്ല എങ്കിലോ ഓടി വന്നണയുമീ കാളിയമ്മ, എന്നെ വാരിപ്പുണരുമീ കാവിലമ്മ, എൻ്റെ കാളിമലർക്കാവിൽ വാഴുമമ്മ. കണ്ണൊന്നു തുറന്നാൽ മുന്നിലമ്മ, കണ്ണൊന്നു
തുറന്നടച്ചാൽ ഉള്ളിലമ്മ കവിളൊന്നു നനഞ്ഞാൽ തഴുകുമമ്മ കടലോളം സ്നേഹത്തിൻ ദീപമമ്മ എൻ്റെ കാളിമലർക്കാവിൽ വാഴുമമ്മ കന്തി മയങ്ങിയല്ലോ സന്ധ്യാവിളക്കു വച്ചു ഞാൻ പാടി സന്ധ്യാനാമം എന്നമ്മതൻ നാമമല്ലോ പൊന്നൊളി തൂകിടുന്ന സന്ധ്യാവിളക്കിൻ മുന്നിൽ ആവോളമെന്നുമെന്നും പാടി ഞാൻ സന്ധ്യാനാമം അമ്മതൻ സന്ധ്യാനാമം